ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മുടെ രാജ്യം ഒരു വലിയ മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അഗ്നി 5 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റഷ്യ ഫുള്ള് കവർ ചെയ്യും. പോരാത്തതിന് ചൈനയുടെ വടക്കേ അറ്റത്ത് പോലും എത്താൻ ശേഷിയുള്ള 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ വാഹക ശേഷിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ സംയോജിത പരീക്ഷണ ശ്രേണിയിൽ നിന്നും ഇന്ത്യ ഇന്നലെ വിജയകരമായി പരീക്ഷിച്ചത്. അപ്പോ ഇന്നലെ രാത്രി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിന് മുകളിലൂടെ മിസൈൽ പറന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. പക്ഷെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആൾക്കാർ ഈ മിസൈലിന്റെ ചിത്രം, ഈ ആകാശത്തൂടെ കോമറ്റ് പറന്നു പോകുന്ന രീതിയിലുള്ള ഈ ചിത്രം പുറത്തെടുത്ത് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബംഗ്ലാദേശിന്റെ മുകളിലൂടെ ഈ മിസൈല് ഇന്ത്യ പറത്തി. അപ്പൊ ബംഗ്ലാദേശ് ഒന്ന് ഭയന്നു. എന്താണ് ഇന്ത്യയുടെ ഉദ്ദേശം എന്നുള്ളത് അറിയില്ല. പക്ഷെ മിസൈൽ പരീക്ഷണം നടക്കുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ചൈനയുടെ ഒരു അങ്ങ് വടക്കേ അറ്റത്ത് 5000 കിലോമീറ്റർ ദൂരപരിധിയിൽ എത്താൻ കഴിയുന്ന ഒരു മിസൈലാണ്. എന്തിനായിരിക്കും ഇന്ത്യ ബംഗ്ലാദേശിന് മുകളിലൂടെ ഈ മിസൈൽ പറത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാനിലേക്ക് നമ്മുടെ ഒരു ബ്രഹ്മോസ് കൈതട്ടിപ്പോയല്ലോ. ഒരു ബ്രഹ്മോസ് കൈതട്ടിപ്പോയി 3.5 മിനിറ്റ് പാകിസ്ഥാന്റെ മുക്കും മൂലയും കവർ ചെയ്ത ശേഷം അതിൽ വാർഹെഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ളൊരു മരിച്ചീനി വിളയിൽ അത് വീണു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ സോറി പറഞ്ഞു, അറിയാതെ കൈതട്ടിപ്പോയതാണെന്ന് പറയുകയും ചെയ്തു. പോരാത്തതിന് ആ ഉദ്യോഗസ്ഥനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്തു എന്നാണ് എന്റെ അറിവ്. അങ്ങനെ ചെയ്തു. ഇപ്പൊ ബംഗ്ലാദേശിന്റെ മുകളിലൂടെയാണ് അഗ്നി 5. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ മിസൈൽ പരീക്ഷണം? എന്തിന് ബംഗ്ലാദേശിന്റെ മുകളിൽ കൂടെ ഇത് പോകുന്നു? 2022 ആയിരുന്നു ആ സംഭവം. പാക് പഞ്ചാബിന്റെ പ്രവിശ്യയിലുള്ള ഖനേവൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അന്ന് നമ്മൾ ബ്രഹ്മോസ് വീണത്. അത് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ അത് വലിയ വിവാദമായി. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു എന്നാണ്. പക്ഷെ അതിൽ ഈ അറ്റാക്ക് ചെയ്യുന്ന വെപ്പൺസ് ഒന്നുമില്ലായിരുന്നു. മിസൈൽ വെറും നമ്മൾ കാലി മിസൈൽ മാത്രമാണ് അന്ന് പോയത്. അപ്പോൾ ഇന്ത്യ അതിനകത്ത് സോറി പറഞ്ഞു. ഒപ്പം തന്നെ ആ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ, 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. 2 ഉദ്യോഗസ്ഥന്മാരെ ആദ്യം സസ്പെൻഡ് ചെയ്തു അന്വേഷണ വിധേയമായി. പിന്നീട് ഡിസ്കസ് ചെയ്തത് എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ ആ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അപ്പം അന്ന് പറഞ്ഞു കേട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. പക്ഷെ ഏതായാലും ഈ മിസൈൽ പരീക്ഷണത്തിന് മുമ്പ് തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ അറിയിക്കുന്ന ഒരു രീതി ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഉണ്ട്. ഇതിപ്പം ഈ ഒഡീഷയിൽ നടന്ന ഈ മിസൈൽ പരീക്ഷണത്തെ കുറിച്ച് ന്യൂസ് ഇന്ത്യ മലയാളം 2 ആഴ്ചക്ക് മുമ്പ് ഒരു വാർത്ത നോട്ടാം നൽകി വലിയൊരു വമ്പൻ പരീക്ഷണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി അയൽ രാജ്യങ്ങളെ, ചൈനയും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് അറിയിക്കുന്ന ഒരു രീതിയുണ്ട് അതിന്റെ സ്പോട്ട് വെച്ചിട്ട്. പിന്നെ ഇതിന്റെ റേഞ്ച് പറയുന്ന ഒരു കാര്യം, ഈ റേഞ്ച് പറയുന്നതിനകത്ത് ഇത് കറക്റ്റ് റേഞ്ച് അല്ല. ഒരിക്കലും ഒരു രാജ്യവും കറക്റ്റ് റേഞ്ച് പറയാറില്ല. കാരണം അവരതൊരു ഷോർട്ട് ഏരിയയിലാണ് ഇത് പരീക്ഷിക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് പറയും ടെസ്റ്റിംഗ് ടൈമിലുള്ള റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് പറയാറുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ തലത്തിലുള്ള ഈ മിസൈലുകളുടെ ഒരു നിയമങ്ങളുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ വലിയ വലിയ മിസൈലൊക്കെ പരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മറ്റു പല ക്രൈറ്റീരിയകളും മറികടക്കാൻ പാടാണ്. കാരണം ഈ ചില വ്യാപാര കരാറായാലും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന ലോണുകൾ, IMF നിന്നൊക്കെ നമ്മളെ ലോണുകളായാലും ഒക്കെ അതിനെയൊക്കെ നമ്മൾ അങ്ങനെ ഉള്ളൊരു രാജ്യമായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ടൊക്കെ ആരും ഈ കറക്റ്റ് പറയില്ല. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അഗ്നി സീരീസിലുള്ള ഒരു മിസൈൽ ആയിരുന്നു പരീക്ഷിച്ച അഗ്നി 5 ആണ് എന്നുള്ളതാണ്. അപ്പോ ഈ സാധാരണഗതിയിൽ ഈ പരീക്ഷിക്കുന്ന മിസൈലിനേക്കാളും റേഞ്ച് കൂടുതലായിരിക്കും ഈ അത് പ്രാക്ടിക്കലിലേക്ക് എത്തുമ്പോൾ. നമുക്ക് ഏതായാലും അഗ്നി 1 മുതൽ ഉള്ള ആ മിസൈലിന്റെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ കൂടെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകുന്നത്. കാരണം പ്രേക്ഷകർക്കൊക്കെ അത് അറിയാമായിരിക്കും. എങ്കിൽ തന്നെ ഒരു വട്ടം കൂടി പറഞ്ഞു പോകുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മൾ ഇന്ത്യ അഗ്നി 1 വികസിപ്പിച്ചെടുത്തു. അതിന്റെ റേഞ്ച് 700 to 900 കിലോമീറ്റർ ആയിരുന്നു. അഗ്നി 2 വന്നപ്പോൾ 2000 to 3500 ആയി. 4 വന്നപ്പോൾ അത് 3500 to 4000 ആയി. 5 വന്നപ്പോൾ അത് 5000 to 5500. അതായത് ഇന്നലെ പരീക്ഷിച്ചത് 5 ആണ് എന്ന് കരുതാം. അത് പക്ഷെ 5 2012 നമ്മളൊന്ന് പരീക്ഷിച്ചു 5. അപ്പൊ അത് തന്നെ ആണോ വീണ്ടും പരീക്ഷിച്ചത് എന്നറിയില്ല. കാരണം 6 പണി നമ്മൾ തുടങ്ങിയിരുന്നു. അഗ്നി 6 അതിന്റെ റേഞ്ച് 8000 to 12000 കിലോമീറ്റർ ആണ്. ഇനി അതാണോ പരീക്ഷിച്ചത് ഇതാണോ പരീക്ഷിച്ചത് എന്ന് അറിയില്ല. കാരണം 5 ഓൾറെഡി നമ്മൾ 2012 ഒരു ആദ്യവട്ട പരീക്ഷണം നടത്തിയിരുന്ന, അത് വിജയകരമായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ പരീക്ഷണമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. 5000 to 5500. അഗ്നി 6 നമ്മുടെ പണിപ്പുരയിലാണ് അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. അതിന്റെ റേഞ്ച് 8000 to 12000 കിലോമീറ്റർ ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ലോങ് റേഞ്ച് മിസൈലിന്റെ വലിയ ആവശ്യകതയൊന്നുമില്ല.
കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് മിസൈൽ അയക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് മിസൈലുകൾ സൃഷ്ടിച്ചെടുക്കുന്നത് തങ്ങളുടെ ദൂരപരിധിക്കുള്ള. പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് റേഞ്ച് വെക്കാറുണ്ട്. ഇപ്പം ലോങ് റേഞ്ചിന്റെ മിസൈൽ ശൃംഖലയിലേക്ക് ഇപ്പൊ ഇന്ത്യ കൂടെ എത്തുകയാണെന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ലോങ് റേഞ്ച് ആയിട്ടുള്ള മിസൈലുകൾ ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ തന്നെയാണ് നമ്പർ 1. റഷ്യയുടെ RS-28 അഥവാ സാത്താൻ 2 എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട്. അവർക്ക് 18,000 കിലോമീറ്റർ ആണ് റേഞ്ച്. ഈ മിസൈലുകളിലെല്ലാം ഇന്ത്യയുടെ അഗ്നി ഉൾപ്പെടെ എല്ലാ മിസൈലിലും ഈ ന്യൂക്ലിയർ ഫോർമിനെ ഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ 18,000 കിലോമീറ്റർ ആണ് റഷ്യയുടേത്. അതിന് തൊട്ട് താഴെയുള്ളത് അമേരിക്കയുടെയാണ് LGM-3G എന്ന് പറഞ്ഞിട്ട് മിനിറ്റ്സ്മെൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈലാണ്. മിനിറ്റ്സ്മെൻ 2 അത് 1,300 കിലോമീറ്റർ ആണ് പറയുന്നത്. ഇതെല്ലാം ഈ റേഞ്ച് പറയുമ്പോൾ ഈ റേഞ്ചിനേക്കാൾ കൂടുതൽ വേണം നമ്മൾ കരുതാനായിട്ട്. ഒരിക്കലും ഇത് കറക്റ്റ് റേഞ്ച് ആയിരിക്കില്ല. ഒരു രാജ്യവും കറക്റ്റ് റേഞ്ച് പറയില്ല. കാരണം എതിരാളികൾക്ക് അതൊരു എഡ്ജ് ഉണ്ടായി കൊടുക്കും കറക്റ്റ് റേഞ്ച് പറയാം. അത് റേഞ്ചിന് മുകളിൽ ചൈനയുടെ DF-41 അതിന് ഡോങ്ഫൻ 41 മിസൈൽ എന്നാണ് അതിന് പറയുന്നത്. അതിന് 15,000 കിലോമീറ്റർ റേഞ്ചാണ് ആ മിസൈലിന് ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ഈ 5 ഇപ്പോൾ 5 അല്ല 6 ഇപ്പൊ ലോകത്തെ 4ാമത്തെ സ്ഥാനത്ത് ലോങ് റേഞ്ച് ഉള്ള മിസൈലായിട്ട് പറയുന്നത്. 12,000 കിലോമീറ്റർ. ഉത്തര കൊറിയയുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലോങ് റേഞ്ച് മിസൈലുകൾ മാത്രം ഉണ്ടാക്കി പരീക്ഷിക്കുന്ന ഒരു വിദ്വാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹവാസോൺ 17 എന്ന് പറയുന്നത് 15,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റേഞ്ചുള്ള ഒരു മിസൈലാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് ഷോർട്ട് മിസൈലുകളൊക്കെ ഉള്ളൂ. 100-200 കിലോമീറ്ററിൽ പോകുന്ന ആ ദൂരത്തുള്ള മിസൈലുകൾ. അതായത് കൂടുതലും റഷ്യയുടെ കയ്യിൽ നിന്നും ചൈനയുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള പഴയ ചില സാധനങ്ങൾ മാത്രമാണ്. പാകിസ്ഥാന്റെ ഏറ്റവും ലോങ് റേഞ്ച് ആയിട്ടുള്ളത് ഷഹീൻ തേഡ് എന്ന് പറയുന്ന മിസൈലാണ്. അതിൻ്റെത് 2,750 കിലോമീറ്റർ തൊട്ട് വരെയുള്ളതാണ് അതിന്റെ റേഞ്ച്. ഏതാണ്ട് 3,000 കിലോമീറ്ററിനടുത്താണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള റേഞ്ച്. ചിലപ്പോൾ അതിന് മേളിൽ ഒരു പക്ഷേ അത് പോയേക്കാമായിരിക്കാം. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയൂ. ഈ ഈ ഈ ഒറീസയിൽ നിന്ന് നമ്മൾ ഈ മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഈ ബംഗ്ലാദേശ് ഭാഗം, ഈ വടക്ക് കിഴക്ക്, പിന്നെ ഈ ലഡാക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടും നമ്മൾ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പോൾ അതിർത്തിയുടെ കേസാണെങ്കിൽ അവിടെ വേലി കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാൻ അതിർത്തിയുടെ അതേ ലെവലിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ഇപ്പുറത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നും നമുക്ക് നിലവിൽ ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ നിലവിൽ എത്ര ശതമാനം വേഗത്തിൽ ഈ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ കരസേനയും നമ്മുടെ കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെ അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും, എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ബിജുചേട്ടൻ വിചാരിക്കുന്നത്? ഏറ്റവും എളുപ്പം തന്നെ നടക്കും. ഇനി ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു വാറിലേക്ക് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അറ്റാക്ക് പ്രതീക്ഷിക്കാം. ബംഗ്ലാദേശിൽ നിന്നുള്ള അറ്റാക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് അല്ല. പകരം കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിലെ യുഎൻഎസ് അധികാരത്തിൽ കയറിയപ്പോൾ അവിടുത്തെ ഈ കൊടും ഭീകരന്മാരെ ഉൾപ്പെടെ ഏതാണ്ട് 1,500 ഭീകരന്മാരെ ജയിൽ തുറന്നു വിട്ടിരുന്നു. അതിനകത്തൊരു ഭീകരനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ഭീകരൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഭീകരൻ, അത് വലിയ ചർച്ചയായിരുന്നു, നമ്മൾ ആ വിഷയം എടുത്തില്ല എന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചില്ല എന്നേ ഉള്ളൂ. അതായത് ആ ഭീകരൻ പറഞ്ഞ അവാമി ലീഗ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശിയുടെ ഹസീനയുടെ പാർട്ടിയാണ്. ആ അവാമി ലീഗിന്റെ ഓഫീസ് കൊൽക്കത്തയിലുണ്ട്. ശരിയാണ്, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ അവരുടെ ഓഫീസുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓഫീസും ഇന്ത്യയിൽ ഉടനീളം സ്ഥാപിക്കും ഉടൻ തന്നെ ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മളിത് മുൻപ് പലവട്ടം ചർച്ച ചെയ്തതാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരന്മാരെ വളർത്തുന്നതിലും ഭീകര ക്യാമ്പ് നടത്തുന്നതിലും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ബോർഡറുകളിലാണ്. അവരുദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭീകര മോഡലിൽ തന്നെ ബംഗ്ലാദേശിൽ ഒരു ഭീകര അറ്റാക്ക് ഇന്ത്യക്കെതിരെ ഉണ്ടാകുകയാണ്. അപ്പൊ അതിനുള്ളൊരു മുന്നറിയിപ്പായിട്ട് കൂടി വേണം ഇപ്പോൾ ഈ സംഭവിച്ച കാര്യത്തെ നമ്മൾ വിലയിരുത്താനായിട്ട്. കാരണം പാകിസ്ഥാനിൽ നമ്മൾ എന്താണ് ചെയ്തത്? പാകിസ്ഥാൻ നമ്മളെ ഈ ഭീകരപ്രവർത്തനം ചെയ്തപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ ഭീകര കേന്ദ്രങ്ങൾ ഒന്നൊന്നായിട്ട്, ഇന്നിപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 313 ചെറുതും വലുതുമായ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. കാരണം ഈ മസദ് അസൂർ മറ്റേ ജെയ്ഷെ മുഹമ്മദ് ഇപ്പൊ ഒരു പിരിവ് തുടങ്ങിയിട്ടുണ്ട്. 3,000 സംതിങ് കോടി രൂപ വേണം ഇനി അവർക്ക് ഈ ഭീകര ക്യാമ്പുകളൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടി. അപ്പൊ പാക് അധിനിവേശ കാശ്മീരിൽ തന്നെ വമ്പൻ 4 എണ്ണവും അതിനോടനുബന്ധിച്ചുള്ള മർക്കസുകളുമാണ് ഇന്ത്യ തകർത്തി. മർക്കസ് എന്ന് പറയുന്ന പഠനശാലയാണ്, പക്ഷെ അതിന്റെ മറവിൽ ഈ ഭീകരവാദ ക്യാമ്പുകളാണുള്ളത്. അപ്പം ഇതിന് സമാനമായി തന്നെ ബംഗ്ലാദേശിലും പണി കൊടുക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണേണ്ടി വരും. കാരണം 4,96 കിലോമീറ്റർ ദൈർഘ്യം ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യൻ ബോർഡറിനുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആക്രമിക്കാൻ പറ്റും. ബംഗ്ലാദേശിന് വെസ്റ്റ് ബംഗാളിൽ നിന്നും പറ്റും, ഒഡീഷയിൽ നിന്നും നമുക്ക് പറ്റും. സാധാരണഗതി നമ്മുടെ
മിസൈൽ പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന ഒഡീഷ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഒഡീഷയിൽ നിന്നാണെന്ന് തോന്നുന്നു. നമ്മുടെ അതുപോലെ തന്നെ ഈ റോക്കറ്റിന്റെ ഒക്കെ ശ്രീഹരിക്കോട്ടയിൽ നിന്നൊക്കെ സ്ഥിരം നടക്കാറുമുണ്ട് അവിടെ. അപ്പം ഏതായാലും ഇതൊരു വലിയ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണക്കൊരു താക്കീതാണ് മുൻപ് ബ്രഹ്മോസ് വിട്ടതുകൊണ്ട് പാകിസ്ഥാന് നമ്മൾ കൊടുത്തത്. അതിന് സമാനമായൊരു താക്കീതാണ് ബംഗ്ലാദേശിന് കൊടുത്തതെന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതും ചർച്ചയിൽ പ്രതിപാദിച്ചതുമായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് യുഎൻഎസ് അവിടുത്തെ പട്ടാളത്തോട്, ബംഗ്ലാദേശ് പട്ടാളത്തോട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവിടുത്തെ സൈന്യാധിപൻ ഉണ്ടല്ലോ, അവരുടെ സൈന്യത്തിന് തലവൻ, അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യയായിരിക്കും ചെയ്യുന്നതെന്ന്. അതിന്റെ ഭാഗമായിട്ട് വക്കാർ ഉസ്മാൻ പറഞ്ഞു ആത്മഹത്യയായിരിക്കും, അവന്മാരോട്ട് കയറി മുട്ടാൻ പോകുന്നു, ഇപ്പൊ ഒന്നും അനങ്ങാതിരിക്കുകയാണ്. അല്ല, അപ്പൊ അവർ പറഞ്ഞു ഇവര് വിചാരിച്ചത് ശ്രദ്ധ തിരിക്കുക, പാകിസ്ഥാനിലേക്ക് അടിക്കുന്ന അടി ഇവിടെയും കൂടെ ആകുമ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ തിരിയപ്പെട്ടെന്ന് വരും. പക്ഷെ ഇന്ത്യ അതേ സംബന്ധിച്ച് ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെന്നാണ് അവർ കരുതിയത്. രണ്ട് ടു ഫ്രണ്ട് വാർ തുറക്കാൻ പറ്റില്ല എന്നാണ് അവർ കരുതിയത്. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ തീസ്ത പ്രഹാർ എന്ന് പറയുന്നുണ്ട്, ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വമ്പൻ സൈനിക അഭ്യാസം വെസ്റ്റ് ബംഗാളിൽ ഈ ബംഗ്ലാദേശിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് നമ്മൾ നടത്തി. അതിൽ നമ്മൾ നമ്മുടെ മുഴുവൻ പാറ്റൻ ടാങ്കുകൾ നിരത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ സൈനികാഭ്യാസം നടത്തിയത്. അതുപോലെ പിനാക മിസൈൽസുകൾ അതിൽ നമ്മൾ യൂസ് ചെയ്തു. അത് കണ്ട് കിടുങ്ങിപ്പോയി ബംഗ്ലാദേശ് എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈന്യത്തിന് ബംഗ്ലാദേശിന്റെ വക്കാർ ഉന്നീസ് പറഞ്ഞു, കണ്ടില്ലേ അമാരുടെ ടെസ്റ്റ് ഡോസ് ആണ് അപ്പുറത്ത് നടക്കുന്നത്, അതെല്ലാം കൂടി ഇങ്ങോട്ട് കയറി വന്ന് തവിട് പൊടിയാകും, അതുകൊണ്ട് അനങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് യുഎൻഎസിനെ മടക്കി വിട്ടു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അവിടുത്തെ സൈന്യമോ ഇല്ലെങ്കിൽ ഒരു ഇതൊന്നും അറ്റാക്കിന്റെ അല്ല ഉദ്ദേശിക്കുന്നത്. ഭീകര പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ മാതൃകയിൽ ഇന്ത്യയിൽ അറ്റാക്കുകൾ നടത്തുക എന്നുള്ളതാണ്. അതിനൊരു ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ യുദ്ധം ഒരു ലോകത്തിന്റെ നെറുകയിൽ യുദ്ധം എന്നത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എന്താണ് റഷ്യ ഉക്രൈൻ വാറിൽ സമാധാനം ഈ അടുത്തങ്ങ് നടക്കുമെന്ന് തോന്നുന്നു ഒരു ലക്ഷണവുമില്ല. കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞത് ഇനി ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല, സെലൻസ്കിയും പുടിനും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏത് നിമിഷവും ഇപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ഉപരോധമുണ്ടായാലോ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാലോ ബിസിനസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട ഒരു റൂട്ട് വരെ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏത് നിമിഷവും അത് ഉണ്ടാകാം. ഇപ്പോൾ ഈ ചൈന ധൃതി പിടിച്ച് ഇപ്പോൾ ഇന്ത്യയുമായി അടുക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇന്ത്യ അങ്ങോട്ട് അടുക്കുന്നതും ഇന്ത്യക്ക് അങ്ങോട്ടുള്ള പ്രണയം കൊണ്ടല്ല. ഒരിക്കലും ചൈന നമ്മുടെ ഒരു ഉത്തമ പങ്കാളി ആയിരിക്കുകയുമില്ല, ആകുകയുമില്ല. ഇപ്പോൾ ചൈനയ്ക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്, അത് തൈവാനാണ്. തൈവാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഈ ഏരിയയിൽ ഒരു മേജർ പവറായി മാറുക എന്നും കൂടി ഉണ്ട് അവർക്ക്. അപ്പൊ അവരങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയും സമാനമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളും ഒരു അടി പാകിസ്ഥാനിൽ തീർത്തു കൊടുക്കുമ്പോൾ നമുക്കും അതിർത്തി ഒരെണ്ണം ക്രിയാക്കിയിട്ടേ പറ്റൂ. അതിനാണ് അവരുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗ്യാപ്പിൽ ബംഗ്ലാദേശിലെ ഭീകര സംഘടനകൾ അവിവേകം കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കുസൃതികൾ ഒപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശിന്റെ ആത്യന്തികമായിട്ട് ഈ ഭീകരന്മാരുടെ ആത്യന്തികമായി തകർത്ത് തരിപ്പണമാകുന്ന തരത്തിലേക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പം അവിടുത്തെ ഈ ഭീകരൻ, അദ്ദേഹം അവിടുത്തെ ഒളി സങ്കേതത്തിലൊക്കെയാണ്. അദ്ദേഹം ആരാണെന്നറിയാം, ഈ ഭീകരൻ ആരാണെന്നറിയാമോ? അവിടെ മുമ്പ് ഒരു വ്ളോഗർ വന്നിരുന്നില്ല, അമേരിക്കൻ വ്ളോഗർ. ആ വ്ളോഗറെ പരസ്യമായി കഴുത്തറുത്ത് കൊന്നതിന് ഹസീനയുടെ കാലത്ത് ജയിലിൽ പിടിച്ചിട്ടിരുന്ന അവർ അമേരിക്കൻ പൗരനെ ബംഗ്ലാദേശിൽ വന്നതിന് പൗരനെ പരസ്യമായി കഴുത്തറുത്തു വന്നു. അതിനെ പിടിച്ച് ജയിലിലിട്ട കൊടും ഭീകരനാണിത്. എന്താണ് ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ അങ്ങാണ്ട് ഇയാൾ അറിയപ്പെടുന്നത്. ഈ ഭീകരന്റെ ഒരു നിക് നെയിം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് നാള്, ഞാനിപ്പോ അദ്ദേഹം എന്നൊക്കെ പറയുമ്പോഴത്തേനും ആളുകൾ പറയും ഈ ഭീകരനാണോ എന്നുള്ളത്. അതിന്റെ അല്ല, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് ആണ് നമ്മൾ നൽകുന്നത്. അപ്പം ഈ ഭീകരൻ ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഏതായാലും ഇത്തവണത്തെ അടി വെറുതെ ആകില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടുന്ന് അവന്മാർ ഭീകരപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ പോലും ഇന്ത്യ ബോർഡർ കടന്നിട്ട് ഈ ബംഗ്ലാദേശിലുള്ള ഭീകര ക്യാമ്പുകൾ തകർക്കും എന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. കാരണം നമുക്കറിയാം ഇത് ഇടയ്ക്കിടയ്ക്ക് മ്യാൻമാറിൽ നമ്മൾ നടത്താറുള്ളതാണ്. 10-30 കിലോമീറ്റർ അതിർത്തി. അത് നടത്തുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസം റൈഫിൾസ് പോലെയുള്ള, ചിലപ്പോൾ ആസാമിലെ പോലീസുകാരും പോയി അടിക്കാറുണ്ട് അപ്പുറത്ത് അതിർത്തി കിടന്ന് മ്യാൻമാരെ പോയിട്ട്. അപ്പൊ അതിന് സമാനമായ രീതിയിൽ ഇനിയൊരു ഇന്ത്യ പാക് സംഘർഷം വന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന, ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയതായി പൊട്ടിമുളച്ച എല്ലാ ഭീകര കേന്ദ്രങ്ങളും തകർക്കും. ബംഗ്ലാദേശ് സൈന്യം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അവരിത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവരും മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നതാണ്. ഒരുപക്ഷെ ആ സമയം നോക്കിയിട്ടായിരിക്കും
ബക്കാർ ഉസ്മാൻ പറയുന്നത്, മതി യൂനസെ പണി, നിർത്തിപ്പൊക്കോളൂ, കാരണം നമ്മുടെ രാജ്യത്തൊക്കെ ഈ പരുവത്തിലായി, ഇനി ഞാൻ കുറച്ച് കയറി മുമ്പോട്ട് പോകാം, കാരണം അവരുമായിട്ടൊക്കെ ടൈംസിൽ പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. കാരണം ചൈന ഇന്ത്യയുമായി അടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യയെ വെറുപ്പിച്ച് ഇനി ചൈനയ്ക്ക് മുൻപോട്ട് പോകാൻ സാഹചര്യം അനുവദിക്കുന്നില്ല. കാരണം അവർ ലോകത്തെ ഒരു വൻ ശക്തിയായി, അല്ലെങ്കിൽ ഒരു വൻ സാമ്പത്തിക ശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അമേരിക്ക നമ്പിക്കൊണ്ട് ലോകത്ത് ആർക്കും പോകാൻ കഴിയില്ല. കാരണം ട്രംപ് നാളെ എന്താണ് പറയുന്നത് ആർക്കും ഒരു ഉറപ്പുമില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് എല്ലാ രാജ്യങ്ങളും, അത് ഇന്റർനാഷണൽ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ, എല്ലാ രാജ്യങ്ങളും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഈ ആണവ യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പല രാജ്യങ്ങളും, ചൈന വലിയ രീതിയിൽ തന്നെ ആണവായുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നു എന്നൊരു വാർത്തയും ഇന്റർനാഷണൽ തലത്തിൽ നിന്ന് വരുന്നു. ഇന്ത്യയും യുദ്ധസമാനമായ സാഹചര്യത്തിലുള്ള നീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്.